വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും ദുരിതം ഒഴിഞ്ഞിട്ടില്ല. പ്രളയത്തിനിടയിലും ചില കാഴ്ചകളുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തൊപ്പം വെള്ളത്തിൽ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരികയാണ് രണ്ടുപേർ. പ്ലാസ്റ്റിക് കുട്ടയിലാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. വിജയവാഡയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ. തത്സമയം KB ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ പ്രളയത്തിന്റെ കെടുതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കെടുതിയിലും ആശ്വാസം നൽകുന്ന ചില കാഴ്ചകളിൽ ഒന്നാണ് എന്ന് തോന്നുന്നു ഇത്. ആ ചെറിയ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കാണിക്കുന്ന അവരുടെ ഒരു മനസ്സ് അത്രയും ബുദ്ധിമുട്ടി ആ വെള്ളത്തിലൂടെ കൊണ്ടുവരികയാണ്. ഇതൊന്നും അറിയാതെ അതിനുള്ളിൽ ഒരാളങ്ങനെ കൈകാലിട്ടിളക്കി കളിക്കുകയും ചെയ്യുന്നു. ഭാവിയിൽ ഓർത്ത് വയ്ക്കേണ്ട അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കുന്ന ഒരു സംഭവമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മോത്തി, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഏതൊരു ദുരന്തം, പ്രത്യേകിച്ച് പ്രളയമൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ വരാറുണ്ട്, ആശ്വാസം നൽകുന്ന കുറേ കാഴ്ചകൾ. ഇന്നലെ നമ്മൾ കണ്ട ഒരു വാർത്തയായിരുന്നു, ഒരു JCB ഉപയോഗിച്ചുകൊണ്ട് ഒരു പാലത്തിൽ കുടുങ്ങിയ 9 ആളുകളെ രക്ഷപ്പെടുത്തിയ, തെലങ്കാനയിലെ ഖമ്മത്ത് രക്ഷപ്പെടുത്തിയ ശുഭാൻ ഖാൻ എന്നുള്ള ഒരു വ്യക്തിയുടെ വാർത്ത. അദ്ദേഹത്തിൻ്റെ ആ ഒരു സംയോജിതമായ ഇടപെടൽ കൊണ്ട് 9 ജീവനുകൾ രക്ഷിക്കാനായി. അതിന് സമാനമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളും. ഇത് വിജയവാഡ നഗരത്തിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. ഒരു കൊച്ചുകുട്ടിയെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കണമെന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു ഷീറ്റിന് മുകളിൽ ആ കുട്ടിയെ ഒരു പ്ലാസ്റ്റിക് ട്രേ ഒക്കെ ഉപയോഗിച്ച് ആ ഷീറ്റിന് മുകളിൽ കിടത്തി അതിനുള്ളിൽ കടലാസ് വിരിച്ച് കുട്ടിയെ അതിന് മുകളിൽ കിടത്തുകയായിരുന്നു. കേവലം 5-6 മാസം മാത്രം ആയിട്ടുള്ള കുട്ടി ജനിച്ചിട്ട് അപ്പോഴേക്കും ഇത്ര ഭീതിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ആ കുട്ടിക്ക് കടന്നു പോകേണ്ടി വന്നു. ഏതായാലും ആ കുട്ടിയെ രക്ഷിക്കാൻ എന്താണ് വഴിയെന്ന് അവർ ചിന്തിക്കുകയായിരുന്നു. കഴുത്തൊപ്പം വെള്ളമാണ്, അതുകൊണ്ട് തന്നെ കുട്ടിയെ എടുത്തു കൊണ്ടുപോവുക ഒട്ടും എളുപ്പമുള്ള കാര്യമില്ല. അതിനാലാണ് ഇങ്ങനെ ഒരു മാർഗം അവർ സ്വീകരിച്ചത്. ആ 2 ആളുകൾ കഴുത്തൊപ്പം, ആ കുട്ടിയുടെ ഒന്ന് പിതാവാണെന്ന് തോന്നുന്നു സംസാരം കേട്ടാൽ, മറ്റേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരിക്കണം. അവർ 2 പേരും കൂടി ചേർന്ന് ഇങ്ങനെ ഒരു ഷീറ്റിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് ട്രേയുടെ ഉള്ളിൽ ആ കുട്ടിയെ കിടത്തിക്കൊണ്ട് പോവുകയാണ്. ഏതായാലും ഈ ദൃശ്യങ്ങൾ ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ആരോ ആണ് പകർത്തിയത്. ഈ ബാഹുബലി സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, രമ്യാകൃഷ്ണൻ ഇങ്ങനെ കുട്ടിയെ ഉയർത്തിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചകളൊക്കെ. അതുപോലെ തന്നെ ആ ബാഹുബലി BGM ഒക്കെ ഇട്ടുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ അവിടെ പ്രചരിക്കുന്നത്. ഏതായാലും സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോലും ആശ്വാസം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇതിൽ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെലങ്കാനയിലും ആന്ധ്രയിലും ഈ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും പ്രളയക്കെടുതികൾ യാതൊരു കുറവുമില്ല. ഏതാണ്ട് 40ഓളം ആളുകൾ ഇതിനോടകം തന്നെ അവിടെ മരിച്ചിട്ടുണ്ട്. ഈ മഴക്ക് വെള്ളം ഇറങ്ങി തുടങ്ങിയപ്പോഴും ആളുകൾക്ക് വീടുകളിലേക്കൊന്നും എത്താനുള്ള ഒരു അവസ്ഥ ഇപ്പോഴും അവിടെ ആയിട്ടില്ല. ഏതായാലും വലിയ മഴക്കെടുതി തന്നെയാണ് അവിടെ തുടരുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ചില നല്ല മനസ്സുകളുടെ ചില ആശ്വാസകരമായിട്ടുള്ള ഒരു കാഴ്ചകൾ കൂടി നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്.